ബാബാ ഇവിടെ ഇരി. എന്ത് നിനക്ക് രോഗം? കട്ടിലിന്റെ മീത്ത കിടക്കുമ്പോ കട്ടിലിന്റെ താഴെ ആരോ കിടന്ന പോലെ തോന്നുന്നു. കട്ടിലിന്റെ താഴെ കിടക്കുമ്പോ കട്ടിലിന്റെ മീത്ത ആരോ കിടന്ന പോലെ തോന്നുന്നു. ഇതാണ് എന്റെ രോഗം. ഇത് ചെറിയ രോഗമൊന്നുമല്ല, ഇത് ഭയങ്കരത്തിന്റെ രോഗം. ഇത് പെട്ടെന്നൊന്നും മാറില്ല. ഞാൻ പണ്ടത്തെ മനഃശാസ്ത്രനായ ഡോക്ടർ. ഞാൻ അമേരിക്കത്തെ പ്രസിഡന്റിന്റെ രോഗം മാറ്റി കൊടുത്തന്. നിന്റെ രോഗം മാറ്റാൻ നീ ആഴ്ച എൻ്റെ അടുത്ത് വരേണ്ടി വരും. 500 എന്നെ കാണാനും 1500 മരുന്നിനും വേണ്ടി വരും. ഇത്ര പൈസ വേണം ഈ രോഗത്തിനെ മാറ്റാൻ? ലോൺ എടുക്കേണ്ടി വരുമോ ബാങ്കിൽ നിന്ന്? മുങ്ങിര. ആയി ഡോക്ടറെ, ഞാൻ നാളെ വരാം. അവ 6 മാസം കഴിഞ്ഞതിന് ശേഷം. നീയല്ല അന്ന് എൻ്റെ അടുത്ത് വന്നത്. നീ കട്ടിലിൽ കിടന്നിട്ടാകുമ്പോൾ താഴെ ആരുണ്ട പോലെ തോന്നുന്നതും താഴെ കിടന്ന മീത്ത ആരുണ്ട പോലെ തോന്നുന്നതും ആ രോഗം മാറിയായിപ്പോ. അത് പണ്ടേ മാറിന്. നീ ആയിരിക്കും കാണിച്ചത്? ഈ നാട്ടിൽ എന്നാട്ടിയും വലിയ മനഃശാസ്ത്രനാര്? ഞാൻ ആചാര്യനെ കാണിച്ചത്. ആചാര്യനെ. മനഃശാസ്ത്രനായ ആചാര്യ അതാര്? അതൊന്നും ഞങ്ങൾക്കറിയല്ല. ഞാൻ ഓൻക്കന്നെ കാണിച്ചത്. എത്ര പീസ്? 100 റുപ്യ. ഓൻ എന്താക്കിയത്? ഓൻ എന്ത് മരുന്ന് തന്നെ? മരുന്നൊന്നും തന്നിട്ട. കട്ടിലിന്റെ 4 കാല് മുറിച്ചിട്ട് താഴ്ത്ത് തന്നു.